ഡോക്ടർ സുനിൽ പി എസിലേക്കാണ്. ഡോക്ടർ സുനിൽ, ഇപ്പോൾ ഈ നമ്മുടെ ഹിമാലയൻ മേഖല എത്രത്തോളം സുരക്ഷിതമാണെന്നൊരു ചോദ്യം ഇത് ഉയർത്തുന്നില്ല. ഇപ്പോൾ നേപ്പാളിലെ ഈ ഭോട്ടെ കോശി നദിയിലെ പ്രളയം, നേരത്തെ ഉത്തരാഖണ്ഡിൽ ഋഷിഗംഗയിൽ 2021 സംഭവം, ധരാലിൽ 2025 സംഭവം, ഇതൊക്കെ തന്നെയും ഈ പുതിയ തരത്തിലൊരു പ്രകൃതി ദുരന്ത ഭീഷണിയാണോ ചൂണ്ടിക്കാണിക്കുന്നത്? അതായത് വലിയ മഴയൊന്നും ഉണ്ടാകുന്നില്ല, പ്രളയം ഉണ്ടാകുന്നില്ല, അതിന് ഈ ശക്തമായ മഴയും മേഘവിസ്ഫോടനം ഒന്നും ഉണ്ടാകാതെ ഹിമാനികൾ വന്ന് പതിക്കുന്നത് മൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾ. ഹലോ, നമ്മളിപ്പം ഈ നേരത്തെ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് തന്നെ ഇവിടുത്തെ ഇപ്പം ഈ പറഞ്ഞ പോലെ മഴയില്ലെങ്കിൽ പോലും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം ശ്രീ സുനിൽ. ഓക്കെ. അപ്പം ഇല്ലെങ്കിൽ പോലും ഞാൻ പറഞ്ഞ ഇവിടുത്തെ ഏറ്റവും ഒരു മെയിൻ നമ്മുടെ ഈ ഹിമാലയം സൈസ്മിക്കലി വളരെ ആക്റ്റീവായിട്ടുള്ള റീജിയനാണ്. സൈസ്മിക് സോണേഷൻ മാപ്പിൽ 5 ഇവിടെ നിലനിൽക്കുന്നത്. അപ്പം ഇവിടെ മഴയില്ലെങ്കിൽ പോലും ചെറിയ തരത്തിലുള്ള പ്രകമ്പനങ്ങൾ അഥവാ ട്രിമേഴ്സ് ഉണ്ടായെങ്കിൽ പോലും ഇത്തരം സ്ലോപ്പ് ഒരു 45 ഡിഗ്രിക്ക് കൂടുതലാണ് ഇവിടുത്തെ മിക്ക ഹിമാലയൻ പർവ്വത പ്രദേശങ്ങളുടെയും ചരിവെന്ന് പറയുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഇതുപോലത്തെ ഹിമാനികൾ അല്ലെങ്കിൽ ഹിമപാതങ്ങൾ അവലാഞ്ചസ് ഉണ്ടാകാനുള്ള ഗ്ലേഷ്യേഴ്സ് ഇടിഞ്ഞ് നീങ്ങി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പക്ഷേ ഇതിൽ ഇങ്ങനെ വരാനുള്ള കാരണം കാലാവസ്ഥയായിട്ട് അത് കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇവിടെയൊക്കെ കൂടുതലും വെതറിങ് സംഭവിച്ച റോക്കുകളാണ് ഏറ്റവും അതിൻ്റെ പ്രതലങ്ങളിലുള്ളത്. ഇതിന് മുകളിലാണ് ഈ മഞ്ഞ് വന്ന് വീണ് അവിടുത്തെ ഈ വെതേഡ് റോക്സും അതുപോലെ തന്നെ പാറകളും മണ്ണും എല്ലാം കൂടിക്കൊഴിഞ്ഞ് പെർമാഫ്രോസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം അവിടെ. കാരണം ഇതിനെ ഈ ഐസിനെയും പിന്നെ ഗ്ലേഷ്യർ ഘടകമാണ് ടെമ്പറേച്ചർ. അപ്പോൾ സാധാരണ ഇത്തരം മേഖലകളിൽ ഈ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ കൂടിക്കഴിയുമ്പോൾ, കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് ടെമ്പറേച്ചർ കൂടിക്കഴിയുമ്പോൾ ഇതിനെ ഈ മണ്ണിനെയും പാറയെയും അതുപോലെ തന്നെ അവിടുത്തെ ബേസ്മെൻ്റായിട്ട് ബെഡ്റോക്കെയും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഐസ് ഉരുകി ഇവിടുന്ന് വിടുവിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അത്തരം സാഹചര്യങ്ങളിൽ ഇപ്പം മഴ വന്നു കഴിഞ്ഞാൽ അതിനെ ട്രിഗർ ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഭൂകമ്പങ്ങളുണ്ടെങ്കിൽ അതിനെ ട്രിഗർ ചെയ്ത് ഇത്തരം അവലാഞ്ചസ് അല്ലെങ്കിൽ ഹിമപാതങ്ങൾ ഉണ്ടാകാം. ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ടെമ്പറേച്ചർ വളരെ കൂടിക്കഴിഞ്ഞാൽ പോലും ഇപ്പം സമ്മറാണല്ലോ, കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ലോപ്പും എല്ലാം പരിഗണിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മണ്ണും പാറയും കൂടിക്കൊഴിഞ്ഞ് പെർമാഫ്രോസ്റ്റിനെ ബെഡ്റോക്കിൽ നിന്ന് അടർത്തി മാറ്റാനുള്ള വളരെ സാധ്യത കൂടുതലുണ്ട്. അപ്പം അങ്ങനെ ഈ വരുന്ന ചെറിയൊരു തുടക്കം ഒരു പക്ഷേങ്കിൽ അതിൻ്റെ ഈ പറയുന്ന ട്രിഗറിങ് പോയിൻറ്റ്സ് നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടാകുന്ന പോലെ ലാൻഡ് സ്ലൈഡ് പോലെ ട്രിഗറിങ് പോയിൻറ്റ്സിൽ ചെറിയൊരു മേഖലയിലാണ് സംഭവിക്കുമെങ്കിലും ഇത് വന്ന് പതിക്കുന്നത് വളരെ ഉയരത്തിൽ നിന്ന്. ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 5200 മീറ്ററാണ്. എന്നാൽ നമ്മൾ വെസ്റ്റേൺ ഗട്ട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 2000 ആണ് നമ്മുടെ അവിടുത്തെ ശരാശരി നിരക്ക്. അപ്പം ഇത്തരം 5000 മീറ്റർ കൂടുതലുള്ള സ്ഥലത്തു നിന്ന് ഇത് വളരെ സ്ലോപ്പായിട്ടുള്ള സ്റ്റീപ്പായിട്ടുള്ള സ്ഥലത്ത് വന്ന് പതിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ താഴേക്ക് എത്തിച്ചേരുമ്പോൾ താഴെയുള്ള പിന്നെ ടൗൺഷിപ്പുകൾ അല്ലെങ്കിൽ വില്ലേജുകളിലൊക്കെ ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ പറഞ്ഞിരിക്കുന്ന പലതരത്തിലുള്ള ഗ്ലേഷ്യർ ലേക്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരം ചെറിയ ഒരു ട്രിഗറിങ് തുടങ്ങി ഈ പറയുന്ന പാറയും പിന്നെ മഞ്ഞ് കണങ്ങളും അല്ലെങ്കിൽ ഗ്ലേഷ്യേഴ്സും എല്ലാം കൂടെ ചേർന്ന് ഇത്ര വരുമ്പോൾ ഈ പറഞ്ഞ US ജിയോളജിക്കൽ സർവേ ഇപ്പോൾ രണ്ടാമത് അവർ തിരുത്തി പറഞ്ഞിരിക്കുന്ന ഒരു 4.8 അല്ലെങ്കിൽ 9 അതിന് തുല്യമായിട്ടുള്ള തീവ്രതയുള്ള സൈസ്മിക് തരംഗങ്ങൾ അല്ലെങ്കിൽ സൈസ്മിക് വേവ്സ് അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇത്തരം ആക്കമുണ്ടെങ്കിൽ, ഇത്ര ഹൈറ്റിലുണ്ടെങ്കിൽ നമുക്കതിനറിയാം എത്രത്തോളം അതിൻ്റെ തീവ്രതയാണെന്ന്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഇത് വന്ന് ഈ പറയുന്ന തടാകങ്ങൾ ഒത്തിരി എണ്ണമുണ്ട്, അതിലേക്ക് വന്ന് പതിക്കുന്നു. അവിടുത്തെ ഗ്ലേഷ്യേഴ്സ് ലേക്സ് ഔട്ട് ബേസ്റ്റ് ആകുന്നു. അത് വീണ്ടും അതിനടുത്തേക്കുള്ള ഈ പറഞ്ഞ ലെൻഡെ ഒരു നദിയാൻ തോന്നുന്നു, അതിലേക്ക് എത്തുന്നു. അത് വീണ്ടും അവിടുന്ന് അതിൻ്റെ സഞ്ചാരം തുടങ്ങി കിലോമീറ്ററുകളിലേക്ക് താഴേക്ക് എത്തുമ്പോൾ അതിന് ചുറ്റുമുള്ള ഈ പറഞ്ഞിരിക്കുന്ന പെർമാഫ്രോസ്റ്റ് അല്ലെങ്കിൽ പാറയും മഞ്ഞും എല്ലാം ചേർന്ന് അടർത്തിയെടുത്തുകൊണ്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ എത്രത്തോളം അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നു. അതിന് ചുറ്റുവട്ടം നിലനിൽക്കുന്ന വലിയ വലിയ ബിൽഡിങ്ങുകൾ നമ്മൾ നമ്മുടെ ഇതിൽ വീഡിയോസിൽ കണ്ടതാണ്. വലിയ വലിയ പാലങ്ങൾ, അതിനെയൊക്കെ എത്ര ആയാസത്തോടു കൂടിയാണ് അതെല്ലാം തുടച്ചു നീക്കി പോകുന്നത്.
അപ്പം അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് പറയുമ്പോൾ നമുക്ക് ഇവിടെ കേരളത്തിലെ അല്ലെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സ് നടക്കുന്ന ഇതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അതിൻ്റെ വളരെ വളരെ 10 മടങ്ങാണ് അവിടുത്തെ അതിൻ്റെ തീവ്രതയേറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവിടുത്തെ ഈ പറയുന്ന നമ്മുടെ എന്താ പറയുക ഒരു അവിടുത്തെ ജനജീവിതമായിട്ടും അല്ലെങ്കിൽ ഫ്യൂച്ചറസിന് ഇതിൻ്റെ വാണിങ്ങുമായിട്ടും, അതായത് ഇത്തരം ഗ്ലേഷ്യൽ ഔട്ട്ബേസ്റ്റിൻ്റെ വാണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ഇത്തരം മേഖലകളിൽ വളരെയധികം ഏർപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം കൂടുതലാണ് ഗവൺമെൻറ്. അത് അവിടുത്തെ ഗവൺമെൻറ് ആണെങ്കിലും ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ് നമ്മുടെ ഇന്ത്യൻ ഹിമാലയൻ മേഖലകളിലേക്കും ഇത്തരം വാർണിംഗ് സിസ്റ്റങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് ഒരു വളരെയധികം കാര്യഗൗരവത്തോടുള്ള മേഖലയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. അപ്പം നമുക്ക് ഇനി ഇതേപോലുള്ള കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട കണക്റ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് നമുക്ക് ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റുന്ന പ്രതിഭാസങ്ങളല്ല. ഇത് ചിലപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടതും അതിൻ്റെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടതും അത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതും അത്യന്താപേക്ഷിതമാണ്. തീർച്ചയായും 2021 2025 ഇപ്പോൾ 2026 എന്നുള്ളതാണ് അതിനൊരു അതിനിടയ്ക്കുള്ള ദൂരം കുറവാണ് എന്നുള്ളത് നമ്മുടെ മുന്നിലെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.